സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂർ ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് റെഡ് അലേർട്ടും, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. അതീവ ജാഗ്രത തുടരണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റമുണ്ട്. പ്രത്യേകിച്ച് 3 മണിക്കൂർ നേരത്തെ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ്? രാഖി, അശ്വതി, സംസ്ഥാനത്ത് മഴ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. 2 ജില്ലകൾക്ക് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂർ സമയത്തേക്കാണ് ഈ റെഡ് അലർട്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ 2 ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത 3 മണിക്കൂറിലേക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പറയുന്നു. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ശക്തമായ മഴ, അതോടൊപ്പം തന്നെ കാറ്റോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ജില്ലകൾക്ക് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. വരുന്ന 3 ദിവസവും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ജില്ലകൾക്കാണ്, കോട്ടയം, ആലപ്പുഴ ജില്ലകൾക്കാണ്. അതോടൊപ്പം തന്നെ 24 മണിക്കൂർ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള, എറണാകുളം വരെയുള്ള ജില്ലകൾക്കും, അതോടൊപ്പം തന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് 24 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും കനക്കും വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നത്. നാളെയും ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകൾക്കാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. മറ്റുള്ള ജില്ലകൾക്കെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 7-ാം തീയതിയും എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഈ മുന്നറിയിപ്പുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലെല്ലാം, അതായത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ, അപ്പർ കുട്ടനാട് അടക്കമുള്ള ഈ വെള്ളപ്പൊക്ക സാധ്യതകളുള്ള മേഖലകളെല്ലാം, ആ മേഖലകളിലെല്ലാം ജാഗ്രതകൾ പാലിക്കണം, ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നടക്കമുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ് പറയുന്നത്. ഒപ്പം തന്നെ 3 മണിക്കൂർ നേരത്തെ അലേർട്ടിൽ പറയുന്നത് ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്ക് അതിതീവ്ര മഴ സാധ്യതയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ നാളെയും മുന്നറിയിപ്പായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയ വിവരം. ഇനി കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ കോഴിക്കോടൊക്കെ ഇന്നലെയും മഴയായിരുന്നു, മഴക്കെടുതി രൂക്ഷമാണ്. ഒപ്പം തന്നെ ഈ മഴയ്ക്ക് ശേഷമുള്ള ഒരു സാഹചര്യമുണ്ടല്ലോ, മഴയുടെ മുന്നൊരുക്കങ്ങൾ പാളി, മഴയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും പാളാൻ പോവുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്.